ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് എന്തോ റെസിപ്പി എന്ന്. ഇന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓവനൊന്നും ഇല്ലാതെ വീട്ടിലുണ്ടാക്കിയ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ അതിനായിട്ട് ഞാൻ 1 ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ അളക്കാൻ പാത്രമൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട. നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഗ്ലാസ്സോ കപ്പോ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കണമെന്നേ ഉള്ളേ. ആ മൈദയ്ക്കകത്തുനിന്ന് ഞാൻ 3 സ്പൂൺ മൈദ മാറ്റുവാണ് കേട്ടോ. അതിന് പകരം ഞാൻ 3 സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. ചോക്ലേറ്റ് കേക്കല്ലേ, അത് കാരണം നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. അത് മെഷർമെൻറ്റിന് വേണ്ടിയാണ് ഞാൻ ആദ്യം 3 സ്പൂൺ മൈദ മാറ്റിയത് കേട്ടോ. അപ്പം 1 സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തത്, 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 സ്പൂൺ ഉപ്പും, ഇത്രയാണ് ഞാൻ ചേർത്തത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി അരിച്ചെടുക്കണം കേട്ടോ. ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു 3 തവണയൊക്കെ ഈ മാവ് ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ആണെങ്കിൽ ഞാൻ 2-3 കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു വട്ടേ അരിച്ചിട്ടുള്ളൂ. പിന്നെ നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്താലും മതി, അല്ല എന്നുണ്ടെങ്കിൽ 2-3 തവണ അരിച്ചാലും മതി. പിന്നെ നമ്മൾ നേരത്തെ മൈദ അളന്ന അതേ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളെ പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ 3/4 ഗ്ലാസ് പൊടിച്ച പഞ്ചസാര എടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിനകത്താണ് കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് കേക്ക് ടിന്നൊന്നുമില്ല, ഞാനിപ്പോൾ അങ്ങോട്ട് കേക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് കേക്ക് ടിന്നൊന്നും വാങ്ങിച്ചില്ല. ഇനിയിപ്പോൾ മേടിക്കണം ഒരു കേക്ക് ടിന്നൊക്കെ. ഇപ്പം ഇതിനകത്തോട്ട് ഞാൻ ആദ്യം എണ്ണ തേച്ച് കൊടുത്ത് പിന്നെ മൈദാപ്പൊടി ഇട്ട് നന്നായിട്ട് തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ തുടക്കക്കാരുടെ കാര്യമാണ്. തുടക്കക്കാർക്കൊക്കെ ഇപ്പം നമ്മുടെ വീട്ടിൽ ബട്ടർ പേപ്പറും പിന്നെ ബേക്കിംഗ് ടിന്നും ഒന്നും ഉണ്ടായിരിക്കില്ലല്ലേ. ഇനിയാണെങ്കിൽ ഒരു ജാറിനകത്തോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. നല്ല വലിപ്പമുള്ള മുട്ട നോക്കി 2 എടുക്കണേ. നാടൻ മുട്ടയൊക്കെ ആണെങ്കിൽ ഒരു 3 എടുക്കണം. ഇതാണെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ. നമ്മുടെ അല്ലെങ്കിൽ തണുത്ത മുട്ട എടുക്കരുത് കേട്ടോ. അതിനകത്തോട്ട് 1 സ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ 30 സെക്കൻഡ് ഹൈ സ്പീഡിൽ അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലേ, അത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഇതിനകത്തോട്ട് 1 സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അതൊരു കൊക്കോ പൗഡറിൻ്റെ ഫ്ലേവർ ഒന്ന് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ അളവെടുത്ത ആ ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് അത് നന്നായിട്ട് ലോ സ്പീഡിലിട്ട് നന്നായിട്ട് ഒരു 30 സെക്കൻഡ് അടിച്ചെടുക്കണേ. ഇനി എന്നിട്ട് നമുക്കതൊരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ട് നേരത്തെ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മാവുണ്ടല്ലേ, അത് ഒരു 3 തവണയായിട്ട് മാത്രമേ നമ്മൾ ഇതിട്ട് കലക്കിയെടുക്കാവൂ. അല്ലാതെ ആദ്യം തന്നെ ഈ ഫുള്ള് മാവും കൂടെ അതിൽ തട്ടിയിടരുതേ. അപ്പോൾ അതെന്നെങ്കിൽ അങ്ങ് കട്ട പിടിച്ചു. ഓരോ തവണയും നമ്മൾ നന്നായിട്ട് ഇളക്കി കട്ടയില്ലാതെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ 2ാമത്തെ തവണയും ഇട്ട് കൊടുത്തിട്ടുണ്ടേ. നന്നായിട്ട് ഒരു കട്ട പോലും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമേ വീണ്ടും നമ്മൾ മാവ് തട്ടി കൊടുക്കാവൂ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കൈ കണ്ടോ, എൻ്റെ മോളുടേതാണേ. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ അവൾ അവിടെ നിന്ന് മാറത്തേ ഇല്ല. അതിൻ്റെ ഒക്കെ ചെയ്തു തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കേക്ക് ഉണ്ടാക്കാനും ഒക്കെ. അതുകൊണ്ട് ഒരു സ്റ്റെപ്പിനിയായിട്ട് എപ്പോഴും എൻ്റെ കൂടെ കാണുവേ. അപ്പോൾ നമ്മൾ നേരത്തെ ശരിയാക്കി വെച്ചേക്കുന്ന പാത്രം ഉണ്ടല്ലേ, അതിനകത്തോട്ട് ആ മാവങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടാണെങ്കിൽ എയർ ബബിൾസ് പോകാൻ വേണ്ടി ഒരു ഈർക്കിലിയോ എന്തെങ്കിലും, പപ്പടം കുത്തിയാണ് ഞാൻ ഈ ആക്കുന്നത്, പപ്പടം കുത്തി എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. ഇതാണ് എൻ്റെ ഓവൻ സെറ്റപ്പ്. ഞാനാണെങ്കിൽ 10 മിനിറ്റ് മുമ്പേ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിനകത്തോട്ട് ഒരു തിരികെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേക്ക് ടീനും വെച്ച് കൊടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് ആവി പുറത്തു പോകാത്ത രീതിയിൽ അടച്ചു വെക്കണേ. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പം നമുക്ക് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കണേ. ഞാനാണെങ്കിൽ 30 മിനിറ്റ് കഴിഞ്ഞപ്പം 30 സെക്കൻഡല്ല 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയായിരുന്നേ. അപ്പം വെന്തിട്ടില്ലായിരുന്നു, അത് നടുക്കൊന്ന് താന്നു പോയതേ. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് താന്നു പോയെന്നേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം തണുത്ത് കഴിഞ്ഞേ ഇനി ഇത് അതിൻ്റെ സൈഡെല്ലാം നമുക്കൊരു പിച്ചാത്തി വെച്ച് നന്നായിട്ട് വിടിവിച്ച് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ.
ഇനി ഒരു പ്ലേറ്റ് എടുത്ത് അതിനകത്തോട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് തട്ടിക്കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ദാണ്ടെ എനിക്ക് ചോക്ലേറ്റ് കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓവനും ബീറ്ററും ഒന്നും ഇല്ലെന്നും പറഞ്ഞ് നമുക്കും കേക്ക് ഉണ്ടാക്കണ്ടേ. അപ്പം നമ്മളും ഒന്ന് കേക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ബേക്കറിയിൽ നിന്നൊക്കെ ചോക്ലേറ്റ് കേക്ക് വാങ്ങിക്കുമ്പോഴേ ഒരു പീസ് വാങ്ങിക്കുമ്പോൾ തന്നെ നല്ല റേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പം നമുക്കും ചോക്ലേറ്റ് കേക്കൊക്കെ തിന്നാൻ കൊതിയാകുമ്പോഴേ നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഞാനിതിൻ്റെ മുകളിൽ ക്രീമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി ആ ക്രീമൊക്കെ ആഡ് ചെയ്ത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എന്താ സിമ്പിളായിട്ട് ഒരു ചോക്ലേറ്റ് കേക്ക് മാത്രമാണ് ഉണ്ടാക്കിയത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.